സെറ്റിംഗ് എന്താണ്, ഗോൾ എന്താണ്? നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞ വലിയ വേർഡല്ല, നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡ് തന്നെ. In today's learning journey, we'll be looking into storytelling techniques, cultural references, conducting effective meetings in English, industry-specific vocabulary. നിങ്ങൾ കറന്റ് അഫയേഴ്സ് ആയിട്ട് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് വഴി, വീഡിയോസ് വഴി, ന്യൂസ് ചാനൽസ് വഴി, ബ്ലോഗ്സ്, ആർട്ടിക്കിൾസ്, ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേയുറക്കമായോ. വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമിയുറങ്ങിയോ. ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാൻ അല്ലേ. ഇത് ലേൺ വോയ്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വലിയൊരു സർപ്രൈസ് ആണ്. എണ്ണക്കറുപ്പിൻ ഏഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. എണ്ണക്കറുപ്പിൻ ഏഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. മിഴികളിൽ വിടരും പൂവഴക്, മൊഴികളിലോ തേനഴക്. എണ്ണക്കറുപ്പിൻ ഏഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. ഹായ്, ഞാൻ പാർവതി. ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഇൻസ്ട്രക്ടറാണ്, പെർഫോമറും കൂടിയാണ്. ആലുവയിൽ നാട്യക്കളരി എന്നൊരു സ്ഥാപനം നടത്തുന്നു. ആലുവയിൽ മാത്രമല്ല, കർണാടകയിലും നാട്യക്കളരിക്ക് ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എല്ലാം കുട്ടികൾ നാട്യക്കളരിയിൽ ഓൺലൈനായിട്ട് നൃത്തം പഠിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഡിഗ്രി BSc കെമിസ്ട്രി ഞാൻ 2002 പാസ്ഔട്ടായി. പിന്നീട് ഞാൻ BA ഭരതനാട്യം ചെയ്തു 2005. 2010 ഞാൻ MA ഭരതനാട്യം പാസ്ഔട്ടായി. ഇപ്പോൾ 2024 ഞാൻ ഇഗ്നുവിൽ ലേൺ വൈസിൻ്റെ കീഴിൽ MA സൈക്കോളജിക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ചെറുപ്പം മുതലുള്ള ഒരു ശീലം കൊണ്ടാവാം
പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്ന ഒരു ആഗ്രഹം എന്നും ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന മറ്റൊരു വില്ലൻ റെഗുലർ ക്ലാസ്സാണ്. ഈ പ്രൊഫഷൻ എടുക്കുക റെഗുലർ ക്ലാസ് എനിക്ക് ഒട്ടും പോസിബിൾ ആയിരുന്നില്ല. ഇഗ്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ എമ്മയ്ക്ക് ജോയിൻ ചെയ്യണം എന്ന് വന്നപ്പോൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മാത്രമാണ് വഴി എന്ന് വന്നപ്പോൾ ഇഗ്നുവിനെ പറ്റി അന്വേഷിച്ചു. അപ്പോഴാണ് ഇഗ്നു ഒരു വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്നും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെന്നും നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് ചാൻസലർ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീരുമാനിച്ചു എൻ്റെ അടുത്ത MA ഇഗ്നുവിൽ തന്നെയാണ്. ഇനി പിന്നീടുണ്ടായ ഡൗട്ട്, ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇങ്ങനൊരു കോഴ്സിന് ചേർന്നാൽ അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതായിരുന്നു. ഉടനെ ഗൂഗിൾ സെർച്ച് ചെയ്തു. പല 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 ക്ലാസ്സുകൾ MA സൈക്കോളജി ഞാൻ കേട്ടു. അതിൽ ഞാൻ ലേൺവൈസിൻ്റെ ക്ലാസ്സുകളും കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലേൺവൈസിൻ്റെ ക്ലാസ്സോട് കൂടി എനിക്ക് മനസ്സിലായി എനിക്ക് നല്ല മാർക്കോട് കൂടി തന്നെ MA സൈക്കോളജി പാസ്സാവാൻ കഴിയുമെന്ന്. അങ്ങനെ ഞാൻ ലേൺവൈസായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ മെൻറ്റർ കൂടെ ഉള്ള രീതിയിൽ നമുക്ക് കോഴ്സ് എടുക്കാം, മെൻറ്റർ കൂടെ ഇല്ലാതെ എടുക്കാം. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും എൻ്റെ കൂടെ ഒരു മെൻറ്റർ വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വൈഷ്ണവി മാമിനെ എനിക്ക് മെൻറ്ററായിട്ട് കിട്ടി. അങ്ങനെ ഞാൻ ലേൺവൈസിൽ അഡ്മിഷൻ എടുത്തു. എന്നെ ഗൈഡ് ചെയ്യാൻ എൻ്റെ കൂടെ ഒരു മെൻറ്ററുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇഗ്നോയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുന്ന പലരും കുറച്ച് പേര് ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു കോഴ്സിന് ചേരുക. കുറച്ച് പേരുടെ സമയം, സാഹചര്യം ഇതെല്ലാം ബുദ്ധിമുട്ടിലാകുമ്പോഴാണ് ഇങ്ങനൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് കോൺഫിഡൻസ് കൂടാൻ ലേൺവൈസിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് സഹായകമാകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല നമ്മുടെ മെൻറ്റർ നമുക്ക് വരുന്ന സംശയങ്ങൾ ഈ സ്കൂൾ കുട്ടികൾക്ക് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ ലേൺവൈസിൻ്റെ കൂടെയുള്ള യാത്ര തുടങ്ങിയപ്പോൾ എൻ്റെ MA മോഹം MA സൈക്കോളജി എന്നുള്ളൊരു മോഹത്തിൽ നിന്നും അത് PhDയിലേക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷൻ, എൻ്റെ പ്രോഗ്രാം എല്ലാം വളരെ തിരക്കുള്ളതാണ്. ആ തിരക്ക് മനസ്സിലാക്കി തന്നെയാണ് എൻ്റെ മെൻറ്റേഴ്സ് എൻ്റെ ക്ലാസ്സസ് എടുത്തു പോകുന്നത്. പലപ്പോഴും ലൈവ് സെഷൻ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ മറ്റുള്ളവർ പോകുന്ന ആ സ്പീഡിൽ ഒരു പക്ഷേ എൻ്റെ പ്രോഗ്രാം കാരണം എൻ്റെ ക്ലാസ്സസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും എല്ലാ ടെസ്റ്റുകളും എല്ലാ അറ്റംപ്റ്റും ഫുൾ സ്കോറിലൂടെയാണ് ഞാൻ ഇതുവരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളരെ വളരെ ഒരു 98% കാരണവും ലേൺവൈസ് തന്നെയാണ്, എൻ്റെ മെൻറ്റേഴ്സ് തന്നെയാണ്. നൃത്തം ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു പോസിറ്റീവായിട്ട് എന്ന് ഞാൻ ഒരുപാട് കാലം മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും അതിലൊരു റിസർച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് ലേൺവൈസാണ് എനിക്ക് റിസർച്ചിലേക്കുള്ളൊരു പാത എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത മനസ്സിലുണ്ടാക്കിയത് ലേൺവൈസാണ്. എന്തായിരുന്നാലും ഇഗ്നുവിനോടൊപ്പം ലേൺവൈസിലൂടെയുള്ള എൻ്റെ MA സൈക്കോളജി എന്ന എൻ്റെ തീരുമാനം 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. Hi everyone, my name is Ashruti. I'm from Muscat. I'm second year BA English Language and Literature student. ഞാൻ ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ കാരണം ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഡിപ്ലോമയുടെ ഒപ്പം തന്നെ ഡിഗ്രി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പ്രാക്ടിക്കൽസ് എക്സാം പ്രാക്ടിക്കൽസ് ഇതിനിടയിലൊന്നും എനിക്ക് ഡിഗ്രി ഇതാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഡിഗ്രി ഒന്നും പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഡിപ്ലോമ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോഴാണ് ലേൺവൈസിനെ കുറിച്ച് കേൾക്കുന്നത്. ലേൺവൈസിനെ കുറിച്ചിട്ട് കാണുമ്പോഴാണ് ഞാൻ ഇത് തന്നെയാണ് എനിക്ക് ഇഗ്നോയിൽ തന്നെയാണ് എനിക്ക് ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്റെ കൂടെ എന്റെ കസിൻസിന് ഒരു പകുതി ആ പേരും ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോയിൽ ഡിഗ്രി എടുത്തവരാണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഇഗ്നോ എടുത്താൽ മതി, വേറൊരു യൂണിവേഴ്സിറ്റി എടുക്കണ്ട, ഇഗ്നോ ഒക്കെ പൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് കുറെ പറഞ്ഞപ്പോ ശരി നമുക്ക് ഇഗ്നോയിൽ തന്നെ. പിന്നെ ലേൺവൈസിനെ കുറിച്ച് കേട്ടപ്പോ ലേൺവൈസ് എന്താ ഇഗ്നോയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ശരി ഞാൻ വേഗം ഒന്നും നോക്കിയില്ല, വേഗം ഞാൻ അവിടേക്ക് വിളിച്ചു. അപ്പൊ അവിടെ വിളിച്ചപ്പോ അന്ന് ശ്രീജിത്തോ എന്തോ എന്നാണ് ആളുടെ പേര്. ആള് ലേൺവൈസിനെ കുറിച്ചിട്ട് എല്ലാതും പറഞ്ഞു. നല്ല അടിപൊളി ക്ലാസ്സസ് ആണ്, മെന്റേഴ്സ് ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യണവർക്ക് മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പഠിപ്പിക്കാനാണെങ്കിലും എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യുന്ന അപ്പം മെന്റർ ഉണ്ടാവും, ഏത് ടൈമിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ ശരി. എനിക്ക് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഒരു കുട്ടിയുണ്ട്, കുട്ടീനെ വെച്ചിട്ട് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പഠിക്കാൻ പറഞ്ഞാൽ പോസിബിൾ അല്ല.
മീൻസ് വായിക്കാനൊക്കെ സമയം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ്, എനിക്ക് ഡിഗ്രി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെന്ററിന്റെ ഹെൽപ്പും കൂടി വേണം. അത് വെച്ചിട്ടാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തത്. ഫസ്റ്റ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് അത് നമ്മളൊരു സംഭവത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അറിയണമല്ലോ എന്തൊക്കെയാണെന്നൊക്കെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത് ക്ലാസ്സസ് ഒക്കെ പക്ക പോളി ക്ലാസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ക്ലാസ്സസ് ഒക്കെ കേൾക്കാൻ. പിന്നെ എക്സാമിനാണെങ്കിലും എനിക്ക് ഡിഗ്രിക്ക് എനിക്ക് ഫസ്റ്റ് ഇയറിൽ 70% മാർക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ടെക്സ്റ്റ് ബുക്ക് എനിക്ക് അധികം വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് ക്ലാസ്സസ് കേട്ട ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ എക്സാം പോയിട്ട് എഴുതിയത്. എനിക്ക് എക്സാംസ് ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അടിപൊളിയായിട്ട് തന്നെ എക്സാംസ് എഴുതി. എനിക്ക് എന്തായാലും ലേൺ വൈസിൽ ജോയിൻ ചെയ്തത് കാരണം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് എപ്പോഴും സപ്പോർട്ടിന് കുറേ ടീച്ചേഴ്സ് ഉണ്ട്. മീൻസ് കുറേ ടീച്ചേഴ്സ് ഉണ്ട് പറഞ്ഞാൽ എന്നെ വിശാൽ മാം തന്നെയാണ്. അപ്പോ എന്താണ് അവരെല്ലാവരും സപ്പോർട്ട് ടീച്ചർ മീൻസ് നമുക്കിപ്പോ എല്ലാ ടീച്ചേഴ്സിനും ഉദ്ദേശിക്കാൻ കാരണം നമുക്കിപ്പോ ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ടീച്ചേഴ്സിന് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് വിശാൽ മാമിനാണ് കൂടുതൽ, എന്റെ മാം വിശാൽ മാമാണ്, മാമിനാണ് കൂടുതൽ അറിയെങ്കിലും ഒരുപാട് ടീച്ചേഴ്സിന്റെ എഫേർട്സ് അതിന്റെ ബാക്കിലുണ്ട് എന്ന് എനിക്കറിയാം. സോ എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു. ഇനി എന്റെ ഈ കോഴ്സ് കഴിയുന്ന വരയ്ക്ക് ഞാൻ ലേൺ വൈസിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. താങ്ക് യു. ഹായ് ഓൾ, ഞാൻ ലേൺ വൈസിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളൊരു ജേർണിയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് MBA ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണം എന്ന് തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ എങ്ങനെ എത്തിപ്പെടും എന്നുള്ള കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഫുൾ ടൈം ഗൂഗിളിൽ നോക്കലും അതുപോലെ എനിക്ക് പരിചയമുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കലും ഒക്കെ ആയിരുന്നു. നമ്മളെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഒക്ടോബറിലൊക്കെ ആവുന്ന സമയത്താണ് തോന്നുന്നത് ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ആഡ് കണ്ടിരുന്നു ലേൺ വൈസിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ച് അങ്ങനെയാണ് ലേൺ വൈസിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ അറിഞ്ഞത്. അങ്ങനെ പിന്നെ അവരെനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്ന് പിന്നെ ഇഗ്നോനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന്. അതുകൂടാതെ നമ്മളെ ലേൺ വൈസിനെ പറ്റിയിട്ട് എനിക്ക് നന്നായി പറഞ്ഞു തരിക ചെയ്തത്. എന്താണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. കാരണം നമ്മളെ ഇഗ്നോയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനാണ്. അപ്പം നമ്മളൊന്ന് എന്താ പറയുക എക്സ്റ്റേണലായിട്ടൊന്ന് പുഷ് ചെയ്യാനോ ഒന്നും വേറെ ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്കൊരു നോർമലി ഒരു കോളേജിൽ പഠിക്കുന്ന പോലെ അവിടുത്തെ ഫാക്കൽറ്റീസും അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തതാണ് ഞാൻ എടുത്തൊരു നല്ല ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ അവിടെ മെൻറ്റർഷിപ്പോടെ കൂടിയിട്ടുള്ള പാക്കേജാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹിബ മാമാണ് എൻ്റെ മെൻറ്റർ. മാമിനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ആൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരൊരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത്. അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇപ്പം നമുക്ക് മാം ഉണ്ടെങ്കിലും ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ കൂടി നമുക്ക് കറക്റ്റായിട്ടൊരു പ്ലാനില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മളെടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ജൂണിൽ എക്സാമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇങ്ങനെ എന്താ പറയുക നീക്കി കൊണ്ടുപോകും. ഇപ്പോൾ എൻ്റെ ഒക്കെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്. ഞാൻ നീക്കി കൊണ്ടുപോയിട്ട് ആ എക്സാമിൻ്റെ ഒരു 1 month മുമ്പൊക്കെ ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഏത് ദിവസം നമ്മൾ ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്ത് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ടൈം ടേബിൾ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റാറുണ്ട് ഷെഡ്യൂൾ. എന്നാലും നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ് ആയാലും എല്ലാം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ MBA ചെയ്യണം എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ അന്നൊന്നും നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി ആലോചിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി ചെയ്തിരിക്കുന്ന സമയത്താണ്, ഡിഗ്രി ലാസ്റ്റ് ഇയർ ഒക്കെ ആയ സമയത്താണ് ഞാൻ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ആലോചിച്ചത് എവിടെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ജോബ് നോക്കണം. അപ്പം നമുക്ക് ജോബ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് പോവുകയാണെങ്കിൽ നടക്കില്ലല്ലോ. പിന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലും തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. സെൽഫ് സ്റ്റഡി എന്നുള്ള ലെവലിലാണ് ഞാൻ ഇഗ്നോനെ ചൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തത്. ഇപ്പോൾ ലേൺ വൈസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ്. നല്ല സപ്പോർട്ടാണ് അവിടുന്ന് കിട്ടുന്നത്.
എന്താ നമുക്കെപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, ഒന്നിനൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അതൊക്കെ തന്നെയാണ്. താങ്ക് യു. ഹായ്, my name is Karina from കോട്ടയം. ഞാൻ BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഡിഗ്രി എടുക്കണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആഡ് വഴിയാണ് ഞാൻ ലേണേഴ്സിനെ പരിചയപ്പെട്ടത്. ഞാൻ അപ്പോൾ തന്നെ അവരെ കോൺടാക്ട് ചെയ്യുകയും അവരുടെ ടീച്ചിങ് മെത്തേഡും എല്ലാം കേട്ടപ്പോൾ ഞാൻ വളരെ കൺവിൻസ്ഡ് ആയിട്ട് ഞാൻ അപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ മെൻറ്റേഴ്സൊക്കെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. പഠിക്കുന്നുണ്ടോ, ഇതുവരെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, മെൻറ്റേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അവരെ വിളിച്ച് ഡൗട്ട്സ് ചോദിച്ചാൽ അവർ ക്ലിയർ ചെയ്ത് തരും. ഇതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് സമയം കണ്ടെത്തി പഠിക്കുക. പിന്നെ അതുമല്ല, നമുക്ക് വീഡിയോസൊക്കെ എപ്പോൾ വേണമെങ്കിലും ലാംഗ്വേജിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ച് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിക്കാൻ അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ലൈവ് സെഷൻസൊക്കെ ആയിട്ട് അസൈൻമെൻറ്റ്, ടൈം ടേബിൾ എല്ലാം തരുന്നുണ്ട്. അപ്പം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് അപ്പം തന്നെ അവരെ കോൺടാക്ട് ചെയ്താൽ അവർ നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ നമ്മളിപ്പോൾ കോളേജിൽ പോവുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റുമായിരിക്കും. പക്ഷേ ഈ ടീച്ചേഴ്സാരും നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാറില്ലല്ലോ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക് യു. എൻ്റെ പേര് ജെല്ലി. ഞാനിപ്പോൾ ലേണേഴ്സിൽ ഞാൻ 24th ബാച്ചിൽ BA സോഷ്യോളജിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. മെൻറ്റർഷിപ്പ് ജോയിനിങ് ആയിരുന്നു. അവരുടെ സപ്പോർട്ടിങ് നല്ലതായിട്ടാണ് തോന്നിയത്. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരിക്കുന്നതെല്ലാം. അപ്പം എനിക്ക് ഇംഗ്ലീഷ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ മെൻറ്റർഷിപ്പിൽ അവർ പറഞ്ഞു നമ്മൾ സപ്പോർട്ടീവായിട്ട് നിൽക്കും, എല്ലാത്തിനും കൂട്ടുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിലാണ്. ഞാൻ എൻ്റെ 48ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ രണ്ടാമത് ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ഫാമിലി എല്ലാം മക്കളെല്ലാം സെറ്റിലായി കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രീ ആയപ്പോൾ ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതാണ്. ഇത്രയും നല്ലതായിട്ട് ഞാൻ ഈ ലേൺ വൈസ് അറിയുന്നത് ഫേസ്ബുക്കിൽ കൂടെയാണ്. ഞാൻ ഇവരുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെയാണ്. ഞാൻ വാട്സപ്പിൽ കൂടെ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ എല്ലാ സപ്പോർട്ടും തരുന്നുള്ള വിശ്വാസത്തിൽ താങ്ക് യു ഫോർ ഇറ്റ്. ഈ സൈക്കോളജി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഈ ജാനുവരി ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ്. അതോടൊപ്പം ലേൺവൈസ് അക്കാദമിയിൽ ഞാൻ ഒരു സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ വിചാരിച്ചത് ഡിഗ്രിയൊക്കെ ഞാൻ സ്വയം പഠിച്ചെഴുതുകയാണ് ചെയ്തത്. ബിക്കോസ് ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് റെഗുലർ ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ PG ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ കരുതിയതെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ പ്രായം 56. ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുവാണ്. അതുമല്ല, കണ്ണിന് പ്രഷറും ഡ്രൈനസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി റീഡിങ് വായിക്കാൻ ഒത്തിരി സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ലാംഗ്വേജിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് ക്ലാസ്സുകളിൽ നിന്നറിയാം എന്ന് വിചാരിച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ എന്താ പറയുക, ശരിക്കും എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വണ്ടർഫുള്ളായിരുന്നു. കാരണം എൻ്റെയൊക്കെ മനസ്സിൽ ഒരു അക്കാദമി എന്ന് പറയുന്ന കുട്ടികളിൽ നിന്ന് പൈസ വാങ്ങുന്നു, അതിനപ്പുറം വലിയ ഒരു ഡെഡിക്കേഷനൊന്നും എനിക്കങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എന്താ പറയുക, അമേസിങ്. കാരണം അവരുടെ ഓരോ ദിവസത്തെ ഇടപെടൽ, ടൈം ടേബിൾ തരുന്ന ആ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ല, ക്ലാസ്സുകളാണ് ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആവുക. ആ ഒരു ക്ലാസ് കാണുമ്പോൾ ആ ഒരു യൂണിറ്റിലൂടെ
മുഴുവൻ നമ്മൾ കടന്നു പോകുന്നത്, അത് നമ്മുടെ ഒരു മനോചിത്രം, മനസ്സിലാ ചിത്രം അതേപടി പതിയുന്ന രീതിയിൽ ആ ക്ലാസ്സുകളുടെ വിഷ്വലൈസേഷൻ അതേ രീതിയിലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ചിത്രങ്ങളും എല്ലാം അതിന് ആപ്റ്റായിട്ടുള്ള ചിത്രങ്ങൾ, ഓരോ കോൺസെപ്റ്റുകൾ അതേപടി ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, അതിൽ ആ മോഡുലേഷൻ, എവറിത്തിങ് ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്കറിയാം എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ആശയങ്ങൾ കടന്നു ചെല്ലുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഓരോ ക്ലാസ്സിൻ്റെ അവസാനം VAN ഒരു അബ്സ്ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ അബ്സ്ട്രാക്റ്റും കളർഫുള്ളായിട്ട് അതിൻ്റെ സീക്വൻസിൽ അതിൻ്റെ സബ് ടൈറ്റുകൾ ഉൾപ്പെടെ നമുക്ക് ഒറ്റ ഗ്ലാൻസിൽ, ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഒരു ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് കൺസെപ്റ്റുകൾ മനസ്സിൽ പതിയുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമാണ് സംശയ നിവാരണത്തിന് ക്ലാസ് വെച്ചിട്ടുള്ളതെങ്കിലും ഇപ്പം എനിക്കൊരു ക്ലാസ്സാണ് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷേ ഒരു ക്ലാസ് എന്ന് പറഞ്ഞ് കയറിയിട്ട് നമ്മളുടെ സംശയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് 3 ദിവസമാണ് ഈ ആഴ്ചയിൽ ക്ലാസ് നടന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസ് കൊണ്ട് വേണമെങ്കിൽ ഓടിച്ചിട്ട് തീർക്കാമായിരുന്നു. പക്ഷേ അത് കൃത്യമായിട്ട് ഒരു ടീച്ചർ ഒരു കുട്ടിയെ എങ്ങനെ കയ്യിൽ കൊണ്ട് കിടക്കുന്നു, എങ്ങനെ അവരെ കൺസിഡർ ചെയ്യുന്നു, അതേ രീതിയിൽ അത്രയും ഉത്തരവാദിത്തത്തോടു കൂടി ലാംഗ്വേജ് അക്കാദമി ആ ക്ലാസ്സുകൾ ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട്, വളരെ സ്നേഹമുണ്ട്. ഹായ്, എൻ്റെ പേര് വിദ്യ. ഞാനൊരു ബിസിനസ് പേഴ്സൺ ആണ്. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് 2001 BCom ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി PG ചെയ്യാനായിരുന്നു പ്ലാന്. പക്ഷേ എക്സാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ബിസിനസ്സിൽ ജോയിൻ ചെയ്തതുകൊണ്ട് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഒരു ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ MBAക്ക് ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ അവർ കറക്റ്റ് ക്ലാസ്സസും കാലിക്കറ്റ് ക്ലാസ്സസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് എക്സാം സെൻറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കറക്റ്റായിട്ട് പഠിത്തം ഒന്നും നടന്നില്ല. എക്സാം 1-2 വർഷം പോയി എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഞാൻ കോഴ്സ് ഞാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം, കുട്ടികൾ, അങ്ങനെ എല്ലാ തിരക്കുകളും കാരണം പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല. ഇപ്പം അടുത്ത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ലേൺ വൈസിനെ പറ്റിയിട്ട് കണ്ടത്. അപ്പം ഒരു ജസ്റ്റ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോൾ PG സൈക്കോളജി കണ്ടു. എനിക്കാണെങ്കിൽ സൈക്കോളജി കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് അപ്പം തന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, അപ്പം തന്നെ ജോയിൻ ചെയ്തു. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലേൺ വൈസ് ത്രൂ പഠിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ കോളേജിൽ പോയിട്ട് പഠിക്കുന്ന അതേ ഒരു ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ലേൺ വൈസിന്. പിന്നെ മെൻറ്ററും വിളിച്ച് പുഷ് ചെയ്യും, അസൈൻമെൻറ്റ്സ് എഴുതിപ്പിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കിൽ നിന്ന് നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് പഠിത്തം മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോലെ തോന്നുന്നേയില്ല. ആപ്പും നമുക്ക് ഫുൾ ഈവൻ ഇഗ്നോറിൻ്റെ ബുക്സ് നമുക്ക് കിട്ടുന്നത് ജോയിൻ ചെയ്തതിൻ്റെ 6 months കഴിഞ്ഞിട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഈ ലേൺ വൈസ് ത്രൂ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നേയില്ല. ഹായ്, ഞാൻ അന്ന ജാൻസി. ഞാൻ 82 ഗ്രാജുവേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ 62 വയസ്സായി. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഫാമിലിയായി, പിന്നെ കുട്ടികളുടെ പഠിപ്പായി. അങ്ങനെ തിരക്കിൽ എനിക്കൊരു ബൊട്ടിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും. സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. 36 വർഷമായി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 52 വയസ്സ്. അപ്പം എനിക്ക് പിള്ളേരുടെ പഠിപ്പുമായിട്ട് പോകുമ്പോൾ അന്നേ ആഗ്രഹിച്ചിട്ടുള്ളതാണ്, ഇവർ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ എനിക്ക് ലോ ചെയ്യണം, സൈക്കോളജി ചെയ്യണം. അങ്ങനെ 2 ഓപ്ഷനാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ 52ാമത്തെ വയസ്സിൽ ഞാൻ കേരള ഗവൺമെൻറ് ലോ എൻട്രൻസ് എഴുതി, ലോ ചെയ്തു, എൻറോൾ ചെയ്തു. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. മോള് ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അവർക്കുള്ള സപ്പോർട്ടൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പേരക്കുട്ടികളുടെ കാര്യം ഒക്കെ നോക്കി. അപ്പോൾ എനിക്ക് അടുത്ത ആഗ്രഹം എൻ്റെ സൈക്കോളജി ആയിരുന്നു.
അപ്പോൾ അതിൻ്റെ സമയമാണ്, അത് പഠിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഭയങ്കര എനിക്ക് അങ്ങനൊരു ഒരു തോട്ടുണ്ടായി. ഞാൻ ജൂലൈയിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ജൂണിൽ അഡ്മിഷൻ എടുത്തിരുന്നെങ്കിലും എനിക്ക് ഇതിനൊന്നും കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായില്ല. ഞാൻ 1-2 പ്രാവശ്യം പോയി അന്വേഷിച്ചു. എന്തായാലും എനിക്ക് ഡിസംബറിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് എല്ലാം ആയി, വാട്സപ്പ് ഗ്രൂപ്പായി എന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ലേറ്റായി. എനിക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടെൻഷനൊക്കെ നീങ്ങിയത് ഇപ്പോൾ ഈ ലേൺ വൈസിൽ ജോയിൻ ചെയ്തപ്പോഴാണ്. ലേൺ വൈസ് വീടായിട്ട് വളരെ അടുപ്പുള്ള ഒരു സുഹൃത്തിൻ്റെ അവിടെ നിന്നാണ് ഈ ലേൺ വൈസിലേക്ക് എത്തിയത്. ലേൺ വൈസിലെ മെൻറ്ററായിട്ട് കിട്ടിയ അർച്ചന മാം വളരെ പോസിറ്റീവ് എനർജിയുള്ള, വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മെൻറ്ററെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെനിക്ക് വളരെ എനർജി ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളെന്തെങ്കിലും എനിക്കിപ്പം എൻ്റെ തിരക്ക്, എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇത് അസൈൻമെൻറ്റ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇതുവരെ, സത്യം പറഞ്ഞ് ഇതുവരെ ലൈവ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്യാനുള്ളൊരു മൂഡിലേക്ക് ആയിട്ടില്ല. അസൈൻമെൻറ്റ്സ് വീഴ്ച വരരുതല്ലോ, അത് എഴുതി സമയം കിട്ടുമ്പോഴൊക്കെ. നമ്മൾ ഒരു പഠിപ്പ് മാത്രമായിരുന്ന കാലത്ത് പോലെയല്ലല്ലോ. നമ്മൾ ഏജായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ടാകും. ആ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ ഇത് കൂടി ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫുള്ളി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് കാര്യം. അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ ഈ അസൈൻമെൻറ്റ്സ് ഓരോരുത്തരെയും കഴിഞ്ഞു, 6 കഴിഞ്ഞു, 5 കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും ഞാൻ ലൈവ് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു അർച്ചന മാം പറയുന്നുണ്ട്, ലൈവ് ക്ലാസ്സും അതുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്കത് അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഇത് കഴിയട്ടെ എന്നുള്ള ഒരു ഇതാണ്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ലേൺ വൈസിൽ എത്തിയത്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നതില്ല, ലേൺ വൈസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സൈക്കോളജി ഞാൻ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ പോയിട്ടല്ലാത്തൊരു കോഴ്സ് ആദ്യമായിട്ടാണ്, അതായത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോഴ്സ് ഞാൻ ആദ്യമായിട്ടാണ്. ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള, ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഓൺലൈൻ എല്ലാ ഫിസിക്കൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടും പഠിച്ചിട്ടുള്ളത്. അത് കാരണം കൊണ്ട് എനിക്ക് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പിന്നെ ഇങ്ങനെ ഒരു ലേൺ വൈസ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. താങ്ക് യു ലേൺ വൈസ്. ഹലോ, എൻ്റെ പേര് സജിനി ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാനിപ്പം 23-24 അക്കാഡമിക് ഇയറിൽ ലേൺ വൈസിൽ രജിസ്റ്റർ ചെയ്ത ഒരാളാണ്. അപ്പോൾ ടു ടെൽ യു ഹൗ ഐ കെയിം ടു ലേൺ വൈസ് പറയുകയാണെങ്കിൽ, ഐ ഹാവ് ടു ടെൽ യു അബൌട്ട് മൈ സെൽഫ്. ഞാൻ കഴിഞ്ഞ ഒരു 19 years ആയിട്ട് കോർപ്പറേറ്റ് ട്രെയിനിങ് ഫീൽഡിലുള്ള ആളാണ്. മോർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇൻഷുറൻസ് ഫീൽഡിൽ. അപ്പം 19 years ആയിട്ട് ഇൻഷുറൻസ് കരിയറിലാണ്, ഇൻഷുറൻസ് കോർപ്പറേറ്റിലാണ്. ഞാൻ HDFC ലൈഫ് ഇൻഷുറൻസിൻ്റെ റീജിയണൽ ട്രെയിനിങ് മാനേജറാണ്. അപ്പം ട്രെയിനിങ് ഹസ് ഓൾവേസ് ബീൻ എ പാഷൻ ആൻഡ് മൈ പ്രൊഫഷൻ. ഐ എം ലക്കി ടു ഹാവ് ഇറ്റ് ആസ് മൈ പ്രൊഫഷൻ ഓൾസോ. അപ്പം അതിൽ നമ്മൾ ആസ് വി ഗ്രോ വി റിയലൈസ് ദാറ്റ് psychology plays an essential part in imparting training. അങ്ങനെയാണ് എൻ്റെ ജേർണി ടുവേർഡ്സ് ഗെറ്റിംഗ് എ PG ഇൻ സൈക്കോളജി സ്റ്റാർട്ട്സ്. ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ഞാൻ 2-3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ MA സൈക്കോളജി രജിസ്റ്റർ ചെയ്തു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ MSc സൈക്കോളജി രജിസ്റ്റർ ചെയ്തു, അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പം ഈ പ്രാവശ്യം എനിക്ക് എങ്ങനെയായാലും ഒരു PG എടുക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ബേസിക് റിസർച്ച് നടത്തിയപ്പം ഇഗ്നോൻ്റെ MA സൈക്കോളജിയെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഈ വർഷം ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴാണ് ലേൺ വൈസ് എന്ന് എനിക്കൊരു കോള് കിട്ടുന്നത്. അപ്പോൾ സപ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ച് ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ദാറ്റ് ഈസ് വെൻ ലേഖ ഫ്രം ലേൺ വൈസ് ഇസ് കോളിംഗ് മീ. ആൻഡ് ലേഖ ഇതിലെ സപ്പോർട്ട് മെക്കാനിസംസും ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് എന്നെ പോലെ ഒരാൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ വി വർക്ക് അറൗണ്ട്
8 to 10 hours ഞങ്ങളുടെ വർക്കിംഗ് hours നീളും. അത് കഴിഞ്ഞ് പഠിത്തത്തിൽ കംപ്ലീറ്റ്ലി ഒരു PGയിലേക്ക് തന്നെ ഉള്ള ഒരു ജേർണി ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സപ്പോർട്ട് സിസ്റ്റംസ് തിരഞ്ഞു തുടങ്ങിയത്. ആൻഡ് ലേക്കയുടെ വെൻ ലേക്ക ടോൾഡ് മീ അബൌട്ട് ദ സിസ്റ്റംസ്, സപ്പോർട്ട് സിസ്റ്റംസ് ഓഫേർഡ് ബൈ LearnWise, I felt it very interesting and very useful. So that is how I am coming to LearnWise. അത് കഴിഞ്ഞ് LearnWise രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അർഷന എന്ന് പറഞ്ഞ മെൻറ്ററിനെ കിട്ടുന്നത്. ആൻഡ് ഈ മെൻറ്റർ സിസ്റ്റം ഇസ് റിയലി ഹെൽപ്പിംഗ് അസ് എ ലോട്ട്. ലൈക്ക് നമ്മൾ ഇപ്പം അർഷനയുടെ കാര്യം പറയുകയാണെങ്കിൽ, അർഷന ഇസ് എ വെരി സ്വീറ്റ് ലേഡി who follows up very religiously with people like me. അതായത് പലപ്പോഴും അർഷനയുടെ ഫ്രൈഡേ ഈവനിങ് കോൾസ് എനിക്ക് എടുക്കാൻ പറ്റാറില്ല. എന്നാലും ഒരു വിധത്തിലെ എന്താ പറയുക, മടുപ്പുമില്ലാതെ അർഷന സെൻസ് മെസ്സേജസ്, കീപ്സ് ഓൺ ഫോളോയിങ് അപ്പ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. നമ്മൾ ഇടയ്ക്കൊന്നും ഇത് വിട്ടുപോയാലും ഇതിലേക്ക്, ഈ അക്കാഡമിക് സൈഡിലേക്ക്, നമ്മളുടെ വർക്ക് റിലേറ്റഡ് പ്രഷറും ടെൻഷൻസും എല്ലാം കഴിഞ്ഞിട്ടും ഇതിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു വലിയ മോട്ടിവേഷനാണ് ഈ മെൻറ്റർഷിപ്പ്. സോ ഐ ഫൈൻഡ് ദാറ്റ് വെരി ഹെൽപ്ഫുൾ ഹിയർ. പിന്നെ LearnWiseന്റെ ലൈവ് ക്ലാസ്സസ് ആൻഡ് റിവിഷൻ ക്ലാസ്സസ്. സോ ഈ പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സസ് പലപ്പോഴും എനിക്ക് മിസ്സാവാറുണ്ട്. ബട്ട് എന്നാലും റിവിഷൻ ക്ലാസ്സസിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഗിവിങ് എ ഹോളിസ്റ്റിക്, കോംപ്രിഹെൻസീവായിട്ട് അവർ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ അതിന് മുന്നേ ഇത് വായിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വായിക്കും. എപ്പോൾ വായിച്ചാലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വായിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് എൻ്റെ അസൈൻമെൻറ്റ്സ് ഇപ്പം എഴുതേണ്ട സമയമാണ്. സോ അതിന് നല്ല ഹെൽപ്പ് കിട്ടുന്നുണ്ട് അർഷനയുടെ സൈഡിൽ നിന്നും, LearnWise ആപ്പിൻ്റെ സൈഡിൽ നിന്നും. സോ ഐ ബേസിക്കലി ഫീൽ ദാറ്റ് ഇപ്പം എന്നെ പോലെയുള്ള വർക്കിംഗ് പ്രൊഫഷണൽസിന് ഒരു PG ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഉള്ള ഒരു ജേർണി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഇതുപോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു എന്താ പറയുക റൂട്ട് വഴി പോകുകയാണെങ്കിൽ ഇറ്റ് മേക്സ് ആർ ജേർണി ഓൾ ദ മോർ ഈസിയർ. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇതുപോലത്തെ സപ്പോർട്ട് മെക്കാനിസംസ് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ജേർണി, അതായത് ഞാൻ രജിസ്റ്റർ ചെയ്തത് September 23 ആൻഡ് ഇപ്പം ദിസ് ഇസ് വെൻ ഐ എം ടോക്കിംഗ് ടു യു ഇറ്റ് ഇസ് March 24. ഇതുവരെ മൈ എക്സ്പീരിയൻസ് വിത്ത് LearnWise has been very nice. I am going to write my exams in June. So probably I'll be able to talk more about this after my giving my exams. But still, so far I'm really happy with this experience with LearnWise, and I would definitely recommend it to people who are looking for support systems in clearing their academics along with their professional career. Thank you so much LearnWise, and thank you so much Lekha and Arshana for bringing me into this. Thank you so much. ഹായ്, ഞാൻ ഐഡ. LearnWiseന്റെ ഭാഗമായിട്ട് BA സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ജോലിക്കും എൻ്റെ തിരക്കുകൾക്കിടയിലെല്ലാം ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അതിനായിട്ട് ഞാൻ കുറേയധികം പ്ലാറ്റ്ഫോംസ് നോക്കി, എങ്കിലും എനിക്ക് ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ LearnWiseൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണുകയുണ്ടായത്. ഞാൻ അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു. അവർ തന്ന ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അവരുടെ LearnWiseന്റെ സർവീസുകളെ പറ്റിയെല്ലാം അവരെനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ ഒരു ഫീൽ തന്നെയായിരുന്നു. ഞാൻ എല്ലാ സർവീസുകളും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ LearnWiseന്റെ ഭാഗമായിട്ട് BA സൈക്കോളജിയിൽ ജോയിൻ ചെയ്തു. ഇപ്പം ഏകദേശം 1 ഇയറിനോട് തന്നെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് LearnWiseനെ പറ്റി പറയുകയാണെങ്കിൽ, LearnWise പ്രൊവൈഡ് ചെയ്യുന്ന മെൻറ്റർഷിപ്പ് ആയിക്കോട്ടെ, അവരുടെ ലൈവ് സെക്ഷൻസുകളായിക്കോട്ടെ, പ്രീ റെക്കോർഡ് വീഡിയോസ്, അവരുടെ ആപ്പിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. LearnWiseന്റെ ലൈവ് സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിൽ വെച്ച് തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള ഡൗട്ട്സും അവർ ക്ലാരിഫൈ ചെയ്ത് തരും. വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയറാണ് ശരിക്കും പറഞ്ഞാൽ ലൈവ് സെഷനിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതാണ് അവർ തരുന്ന മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. മെൻറ്റർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്ക് എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതിയിലുള്ള ഡൗട്ട്സും അവരോട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ അവരതിന് കറക്റ്റായിട്ടൊരു മറുപടി നമുക്ക് തരും. മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ മെൻറ്റർഷിപ്പ് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നുന്നത് നമ്മുടെ അസൈൻമെൻറ്റ്സിൻ്റെ ടൈമിലും അതുപോലെ നമ്മുടെ എക്സാമിൻ്റെ ടൈമിലുമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഏത് രീതിയിലുള്ള ഡൗട്ട്സും അവരോട് ചോദിക്കാം. അവർ നമുക്ക് അതിനനുസരിച്ചുള്ള ആൻസേഴ്സും എല്ലാ രീതിയിലുള്ള ക്ലാരിഫിക്കേഷനോട് കൂടി തന്നെ അവർ നമ്മളിലേക്ക് എത്തിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒന്നാണ് LearnWiseന്റെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രീ റെക്കോർഡഡ് വീഡിയോസ് എന്ന് പറയുന്നത്.
വളരെ സിമ്പിളായിട്ട് ഒരു വിഷ്വൽ ട്രീറ്റോട് കൂടിയാണ് അവർ ഓരോ വീഡിയോസും നമുക്കായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഓരോ വീഡിയോസും. എല്ലാറ്റിനേക്കാളും എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എന്ന് പറയുന്നത്. ഈവൻ നമുക്കായാലും പഠിക്കാനുള്ള കാര്യത്തിലായാലും പേഴ്സണലി ഉള്ള കാര്യത്തിലായാലും കുറേയധികം പ്രോബ്ലംസ് നമ്മൾ അലട്ടുന്നുണ്ടാവാം. അവയ്ക്കെല്ലാം ഉള്ള ഒരു പരിഹാരമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് പറയാനും അത് കേൾക്കാനും അതിന് വേണ്ട ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടാനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒന്നാണ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലേൺവൈസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, ഞാൻ ആഗ്രഹിച്ച പോലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ആ ഒരു രീതിയിൽ ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് ലേൺവൈസിനോട്. നിങ്ങൾക്കും എന്നെ പോലെ നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും നിങ്ങളുടെ ജോലികൾക്കിടയിലൊക്കെ പഠിക്കാനായിട്ട് ഒരു സമയം മാറ്റി വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് 100% പറയാൻ പറ്റും, ലേൺവൈസ് ഇസ് എ ബെറ്റർ ചോയ്സ് ഫോർ യു.